ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ സെക്കൻഡ് വ്ളോഗാണ്. ഞാനിപ്പം നിൽക്കുന്നത് നിങ്ങൾ 1% പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്ഥലത്താണ്. എവിടെയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബാക്ക്ഗ്രൗണ്ട് പോലും കണ്ടിട്ട് ഗൈസ്. അപ്പോൾ കൂടുതൽ മുഖവരിയൊന്നും വെക്കുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ഇന്ന് രാവിലെ ഞാൻ നേരെ ദുബായിലേക്ക് ഇനി കയറിപ്പോയിരുന്നു. നമ്മുടെ ലൈവിൽ പോലും ഇതിനെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് UK പോകാണെന്ന് പറഞ്ഞിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല കള്ളത്തരം പറഞ്ഞത്. നമുക്ക് ഇവിടെ വന്നിട്ട് 1-2 പേർക്ക് സർപ്രൈസ് കൊടുക്കാനുണ്ട്. സർപ്രൈസ് എന്ന് വെച്ചാൽ അവരെ സർപ്രൈസ് ആയിട്ട് പോയി മീറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിൽ ഒരാൾ എൻ്റെ അളിയനാണ്. പിന്നെ നമ്മുടെ ടീമേറ്റ് ഓൺബ്ലഡ് ഉണ്ട്. നമ്മളിവിടെ എല്ലാ ദിവസവും BGM കളിക്കുന്ന ഓൺബ്ലഡിനെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇന്നത്തെ ടാസ്ക് അളിയൻ്റെ അടുത്തേക്ക് പോകാന്നുള്ളതാണ്. അളിയനും എൻ്റെ ലൈവ് കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ലൈവിൽ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അറിയും. പുള്ളിയെടുത്ത് പറഞ്ഞത് ഞാൻ ഡൽഹിക്ക് പോവാണ്, വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് ഡൽഹിയിലേക്ക് പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്ക് ഇതുവരെ സംശയമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വീട്ടുകാർ വഴി കാണാൻ അറിഞ്ഞോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ പ്ലാൻ ഇതാണ്. ഈ പ്ലാൻ പ്രകാരം എല്ലാം വർക്കാവുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്, റെഡിയായി. അച്ചായനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അച്ചായൻ വണ്ടി കൊണ്ടുവരും, പിന്നെ കയറി പോയാൽ മതി. അപ്പോൾ അളിയൻ്റെ സ്ഥലം ഡിബ്ബ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന അജ്മൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗൈസ്, അപ്പോൾ ഇതാണ് അച്ചായൻ്റെ കാർ കേട്ടോ. നല്ല ലുക്കുള്ളൊരു വണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഈ വണ്ടി ഇല്ല. ഗൈസ്, അപ്പം നമ്മൾ ഡിബ്ബയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മുടെ ഈ ഒരു റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ ആ ഒരു റോഡിൻ്റെയും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളുടെയും എല്ലാ ഒരു രീതി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ആദ്യം നമ്മൾ തുടങ്ങിയെടുത്ത് മൊത്തം ബിൽഡിങ്സ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് മരുഭൂമി പോലെ ചെറിയ രീതിയിലായി വരും. പിന്നെ അങ്ങോട്ട് ചെല്ലുന്തോറും കുന്നും മലയും കാര്യങ്ങളും ഒക്കെ ആവും. പിന്നെ നമ്മൾ ആ മലയുടെയൊക്കെ ഇടയിൽ കൂടെ വേണം പോകാൻ. ഞാനും അച്ചായനോട് സംസാരിച്ചിരുന്നപ്പോൾ അച്ചായൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ ഡിബ്ബ എന്ന് പറയുന്ന ഏരിയ മൊത്തം മലകളായിട്ടും ഇങ്ങനെ കുന്നും മലയായിട്ട് ചുറ്റിപ്പെട്ട് അതിനിടയ്ക്ക് കിടക്കുന്നൊരു ഏരിയ ആണെന്നാണ് പറഞ്ഞത്. ഗൈസ്, അപ്പോൾ നമ്മൾ അളിയൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അളിയനെ കൊണ്ടുവരാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ വണ്ടിയിലുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, എന്നെ കാണുമ്പോൾ ഉള്ള. അപ്പോൾ ഞാൻ ഇപ്പോൾ വണ്ടി തന്നെ ഇരിക്കുമോ, വണ്ടി ഇരുന്നിട്ട് പുള്ളി ഇറങ്ങി വരുന്നതൊക്കെ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. അച്ചായനും അളിയനും തമ്മിൽ ഓൾറെഡി പരിചയമുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചായൻ വിളിച്ചാൽ എന്തായാലും അളിയൻ ഇറങ്ങി വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സൈഡ് തോളൊക്കെ ചരിച്ച് നൈസായിട്ട് സ്റ്റൈലായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാൻ പ്രകാരം അച്ചായനോട് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അളിയനുമായിട്ട് സംസാരിച്ച് നിൽക്കണം കുറച്ച് നേരം. അത് പക്ഷേ എന്നെ ഫേസ് ചെയ്ത് നിൽക്കരുത്, വണ്ടിയെ ഫേസ് ചെയ്ത് നിൽക്കാതെ അളിയൻ പുറകോട്ട് തിരിഞ്ഞായിരിക്കണം നിൽക്കുന്നത്. അപ്പം പുറകിൽ നിന്ന് ഞാൻ ചെല്ലാം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പം നമുക്ക് നോക്കാം വർക്കാവോ ഇല്ലയോ എന്ന്. ദിവസമുണ്ട് എനിക്ക് ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ വിളിച്ചോണ്ട് വരും. ഇല്ല, എനിക്ക് സംശയം തോന്നിയൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടണ്ടേ? നിങ്ങൾ ഈ സസ്പെൻസ് ഭയങ്കര കേട്ടോ. അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചില്ല. ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. വിചാരിച്ച് ഇവിടെ സ്ഥിരം വരുന്നതല്ലേ. ഞാൻ സാറന്മാരടുത്ത് പറയുകയും ചെയ്ത്. അച്ഛൻ വിളിച്ച് അന്ന് കേക്കൊക്കെ തന്നിട്ട് ആളെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു വന്നതാ. അപ്പോൾ ഇതാണ് അളിയൻ.
നമ്മൾ അളിയന് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പരിപാടി എല്ലാം സെറ്റായിരുന്നു, പക്ഷേ ക്യാമറാമാനെ ഞാൻ ഏൽപ്പിച്ചിട്ട് അത്ര കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല. എന്നാലും തിരക്കേടില്ലായിരുന്നു, സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി സർപ്രൈസ് കൊടുക്കാൻ വേറൊരാളുണ്ട്. നമ്മൾ ഓൺ ബ്ലഡിന് സർപ്രൈസ് കൊടുക്കണം. അത് നമ്മൾ വേറെ ദിവസം പോകുന്നുണ്ട്, അത് അബുദാബിയിൽ പോകണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പരിപാടി. അളിയ ഹൈ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അളിയനെ കാണാൻ പോയി. അപ്പോൾ അളിയന് സർപ്രൈസ് കൊടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് മലയാളി ചേട്ടന്മാർ ഇവിടെ മീൻ പിടിക്കാനായിട്ടൊക്കെ മറ്റേ ചൂണ്ടയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് അൽസോറാന്നോ അങ്ങനെ എന്തോ ആണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അൽസോറ അജ്മാൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അജ്മാനിലെ അൽസോറ. സംഭവം അടിപൊളിയായിട്ടുണ്ട് സ്ഥലം, ഒരു രക്ഷയില്ല. ഭയങ്കര പീസ്ഫുൾ കേട്ടോ. ഇവിടെ വലിയ ആളൊന്നുമില്ല, ആളും ബഹളവും ഒന്നുമില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. എനിക്ക് ഇതുവരെ ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ്. ഇന്ന് മൊത്തം നമ്മൾ അജ്മാൻ, ടിബ്ബ ഈ ഏരിയയിലെല്ലാം പോയി. പക്ഷേ ഇതുവരെ പോയതിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. കാരണം ഇവിടെ ആളില്ല, ഭയങ്കര പീസ്ഫുൾ, ആളും ബഹളവും ഒന്നുമില്ല. ഞാൻ ചുറ്റുമൊന്ന് കാണിച്ചു തരാം. എന്തായാലും ദുബായിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സീരിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഇതാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പുതിയ പുതിയ എപ്പിസോഡ്സുമായിട്ട് ഞാൻ വരും. ദുബായ് വ്ളോഗ് എന്തായാലും 10 ദിവസത്തോളം ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എവിടെയൊക്കെയാണോ എനിക്ക് വീഡിയോ എടുക്കാൻ, ഇവിടെ എല്ലായിടത്തും നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ളൊരു പെർമിഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ എല്ലായിടത്തും ഞാൻ വീഡിയോസ് മാക്സിമം എടുത്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൊണ്ടുവന്നു